ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് പുതിയൊരു കഥാപാത്രമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വേറെ ആരുമല്ല, എല്ലാവർക്കും ഇഷ്ടമുള്ള വളരെ നല്ലൊരു കഥാപാത്രമാണ് ഇത്, 3D കാർട്ടൂണ്. അപ്പോൾ ഇദ്ദേഹത്തെ നമ്മൾ നേരെ ചുമരേക്ക് കയറ്റാൻ പോവാണ്. നിങ്ങളുടെ വീട് നിങ്ങൾക്ക് വളരെ കുറഞ്ഞ പൈസയ്ക്ക് നിങ്ങൾക്ക് വളരെ ഭംഗിയാക്കി ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോകാം. അധികം പറഞ്ഞ് ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. കാർട്ടൂണിൽ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ളൊരു കഥാപാത്രമാണ് മിനിയൻസ്. നിങ്ങൾ മുതിർന്നവരും ചിലപ്പോൾ ഒരുപാട് ഈ കാർട്ടൂൺ കണ്ടിട്ടുണ്ടാവാമെന്ന് പ്രതീക്ഷിക്കുന്നു, അല്ലേ? നമുക്ക് മനസ്സിലാവാത്ത ചില ഭാഷകളും ചേഷ്ടകളൊക്കെ ആയിട്ട് നമ്മളെ രസിപ്പിച്ച ഒരു വമ്പൻ കഥാപാത്രമാണിത്. അപ്പോൾ ഇതിൻ്റെ ഒരു സീരീസ് തന്നെ ഈ അടുത്ത കാലങ്ങളിലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ചുമരിൽ വരയ്ക്കുന്നത് വളരെ സിമ്പിളാണ്, വലിയ റിസ്ക് ഒന്നുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമ്മൾ നമ്മുടെ ഏത് ചുമരയിലാണ് ഇത് വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ അവിടെ അതിൻ്റെ ഒരു ഹൈറ്റ് നോക്കിയിട്ട് നമ്മൾ സ്കെച്ച് ഇടുക. അത് പെൻസിൽ കൊണ്ട് ലൈറ്റായിട്ട്, അതായത് അധികം അമർത്തിയൊന്നും വരയ്ക്കരുത്, ലൈറ്റായിട്ട് സ്കെച്ച് വരയ്ക്കുക. നമ്മൾ വരയ്ക്കാൻ പോകുന്ന ഇപ്പോൾ ഈ പിക്ചർ തന്നെയാണ് നിങ്ങൾ വരയ്ക്കുന്നതെങ്കിൽ അത് ആദ്യം തന്നെ ലൈറ്റായിട്ട് അതിൻ്റെ ഔട്ട്ലൈൻ സ്കെച്ച് മാത്രം ഇടാം. ഞാൻ അതെന്താ വീഡിയോയിൽ ഇപ്പോൾ കാണിക്കാത്തതെന്ന് വെച്ചാൽ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഷൂട്ട് ചെയ്തതാണ്. അപ്പോൾ ഷൂട്ട് ചെയ്തപ്പോൾ എന്ന് വെച്ചാൽ ലെങ്ത്ത് അധികം ആവുമെന്ന് പേടിച്ചിട്ട് ആ ഭാഗങ്ങളൊക്കെ ഞാൻ അവോയ്ഡ് ചെയ്ത്. ബേസാണ്, അതെല്ലാവർക്കും അറിയാവുന്ന കരുതുന്നു. അപ്പോൾ അത് പ്രത്യേകിച്ച് കാണിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ സ്കെച്ച് ഇടുന്ന സമയത്ത് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഇട്ടാൽ മതി കേട്ടോ, ഞാൻ അതിന് ആൻസർ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിങ്ങനെ അതിൻ്റെ സ്കെച്ച് ഇട്ടതിന് ശേഷം നമ്മൾ എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിൻ്റെ ഔട്ട്ലൈൻ ബ്ലാക്ക് സ്കെച്ച് പേനയോ അല്ലെങ്കിൽ മാർക്കറോ, അതല്ല എങ്കിൽ പെയിൻറ്റ് വെച്ചിട്ട് പോയിൻറ്റ് ബ്രഷ് വെച്ചിട്ട് നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷേ തുടക്കക്കാർക്ക് വളരെ എളുപ്പം എന്താണെന്ന് വെച്ചാൽ ഈ സ്കെച്ച് പേനയോ മാർക്കറോ വെച്ച് ചെയ്യുന്നതായിരിക്കും. അതാകുമ്പോൾ നമുക്ക് പേന പിടിച്ച് വരയ്ക്കും പോലെ തന്നെ സിമ്പിളായിട്ട് നമുക്ക് അതിൻ്റെ ഔട്ട്ലൈൻ സ്കെച്ച് തെളിയിച്ചെടുക്കാം. ഈ സ്കെച്ച് എല്ലാ വശങ്ങളിലും തെളിയിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ബ്രഷ് ഉപയോഗിച്ചിട്ട് ഈ അക്രിലിക് പെയിൻറ്റ് അതിനകത്ത് ഫില്ല് ചെയ്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് അക്രിലിക് പെയിൻറ്റ് ഇല്ല എങ്കിൽ സ്കെച്ച് പേന തന്നെ ഉപയോഗിച്ച് നമുക്ക് കളർ ഫില്ല് ചെയ്യാവുന്നതാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ പെയിൻ്റ് ആകുമ്പോൾ അത് ഒരു ഈക്വൽ ഒരു ടോണിൽ നമുക്ക് ഫില്ല് ചെയ്തെടുക്കാൻ എളുപ്പമുണ്ട്. അതിൻ്റെ സ്ട്രോക്കുകളില്ലാതെ നമുക്ക് പെയിൻറ്റ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമുണ്ട്. അപ്പോൾ ഒരു 4 അക്രിലിക് കളർ വാങ്ങിച്ചാൽ മതിയാവും. വൈറ്റ്, ഇപ്പോൾ നിങ്ങളുടെ ചുമര് വൈറ്റ് ആണെങ്കിൽ വൈറ്റിൻ്റെ ആവശ്യമില്ല. വൈറ്റ് അല്ല വേറെ ഏതെങ്കിലും കളറാണെങ്കിൽ ഈ പല്ലും കണ്ണൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വൈറ്റ് വേണം. അതുപോലെ ബ്ലാക്ക്, ബ്ലൂ, യെല്ലോ. അപ്പോൾ ഇത്രയും കളറുകൾ നിങ്ങൾക്ക് വേണം. ഈ കളർ ചെയ്തിട്ട് അത് ഒന്ന് ഉണങ്ങാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അക്രിലിക് കളറാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണങ്ങും കേട്ടോ, വലിയ താമസമൊന്നും വേണ്ട, വളരെ പെട്ടെന്ന് ഉണങ്ങുന്നൊരു കളറാണ് അക്രിലിക്. അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഒന്നുകൂടെ അതിൻ്റെ ഔട്ട്ലൈൻസുകളൊന്ന് തെളിയിച്ചു കൊടുക്കണം. ഇപ്പോൾ നമുക്കറിയാം, നമ്മളിപ്പോൾ എത്ര ശ്രദ്ധിച്ചൊക്കെ വരച്ചാലും നമ്മൾ ഈ കളർ ഫില്ല് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഒന്ന് പുറത്തേക്കൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്യാനും അതൊന്ന് ആവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അത് ഒരു ഔട്ട്ലൈൻ ഈ സ്കെച്ച് ഉപയോഗിച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ ഒന്ന് തെളിയിച്ചു കൊടുക്കണം. എങ്ങനെ നമ്മൾ ശ്രദ്ധിച്ചു വരച്ചാലും നമ്മൾ പെയിൻറ്റ് ചെയ്ത വശങ്ങളിൽ പെയിൻറ്റ് നമ്മുടെ ഔട്ട്ലൈനിലേക്കൊക്കെ നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇതേപോലെ ഒന്നുകൂടെ തെളിയിച്ചു കൊടുക്കുന്ന വഴിയാണ് നമുക്ക് അപകടം
നമ്മുടെ മിനിയൻസിൻ്റെ ഏകദേശം പണിയൊക്കെ കഴിഞ്ഞു, ടച്ചപ്പ് എല്ലാം കഴിഞ്ഞു. എങ്ങനെയുണ്ട്? നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതേപോലെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ. അപ്പോൾ വീണ്ടും നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.